ഈ ആശയ പ്രതിരോധത്തെ നിർവീര്യമാക്കിക്കൊണ്ട് ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സങ്കര സംസ്കാരത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് വലിയ തോതിലുള്ള അപജയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ മദ്രസകളിലൂടെ, നമ്മുടെ ദർസുകളിലൂടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ, നമ്മുടെ രചനകളിലൂടെ, ഏതെല്ലാം തലങ്ങളിലൂടെയാണ് ഈ ബിദഅി ആശയങ്ങൾ നുഴഞ്ഞു കയറുന്നതെങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുണ്ട്. നേരത്തെ വാക്കോട് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചില ബിദഅി പ്രസ്ഥാനത്തിന്റെ സ്വഭാവം മണക്കുന്ന അത്തരത്തിലുള്ള ചില പ്രവണതകൾ കൊണ്ടു തുടങ്ങുന്ന ചില അപകടകരമായ കാര്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നപ്പോ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ ഇടപെട്ടു. ഇടപെടേണ്ടത് സമസ്തയുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്, അതിനുവേണ്ടിയാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ മേൽവിലാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള ആശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സമസ്ത അതിൽ ഇടപെടും. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കടന്നു വരേണ്ടി വന്നു. നമുക്കറിയാം, CAC-യുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഞാൻ ഇവിടെ പറയാത്ത അതിന്റെ മറ്റൊരു കാര്യം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ അറിയേണ്ടത്, ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പത്രകോളങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യവാചകം ഉണ്ടായിരുന്നു. ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലത്തെ ക്യാപ്ഷൻ എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ്. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പരിചയപ്പെടുത്തിയാൽ അത് വായിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മഹല്ല് ഭാരവാഹികളും എന്താണ് ചിന്തിക്കുക? പോയി ചേർക്കാം, നമ്മുടെ പള്ളിയിൽ ഉത്ബോധനം നടത്താം, നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സായ പരമാവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ കൊണ്ടുപോയി ചേർക്കാം. കാരണം എന്താണ്? സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ വേണ്ടി പോയി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ചേർന്നു. സ്വാഭാവികമായും സമസ്തയുടെ തണലിൽ വളരുന്ന, സമസ്തയുടെ മേൽവിലാസത്തിൽ വളരുന്ന, സമസ്തയുടെ പേരിൽ വളരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ തുടങ്ങുന്നു. സ്ഥാപനങ്ങൾ വളർന്നു വരുന്നാകുന്നു. പുതിയ പുതിയ ഓഫ് ക്യാമ്പസുകൾ വരുന്നു. ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ വലിയ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ കുതന്ത്രത്തിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ആ അധികാരങ്ങളെല്ലാം വെട്ടിമുറിക്കൊണ്ട് ഒരു സ്വതന്ത്ര ബോഡിയാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി തയ്യാറാക്കി അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമായും നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അവരതിൽ ഇടപെട്ടു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. അത്തരം ആ സമസ്തയുടെ മേൽവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനത്തിന് സമസ്തക്ക് അവിടെ ഇടപെടാൻ ഒരു റോളുമില്ലാത്ത വിധം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടു. ആ കാര്യം ഇവിടെ പല ആളുകളും തുറന്നു പറഞ്ഞപ്പോ, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമുണ്ടായി. അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിയന്ത്രണമില്ലാത്ത, സമസ്തക്ക് ഇടപെടാൻ അവകാശമില്ലാത്ത അത്തരമൊരു സംവിധാനത്തിലേക്കൊന്നും ഒരിക്കലും അത് പോകില്ല എന്ന ധാരണയായിരുന്നു പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. അവസാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത് സ്വതന്ത്രമായ ഒരു എന്റിറ്റിയാണ്, ഇത് സ്വന്തം എന്റിറ്റിയാണ്, സമസ്തക്ക് ഇവിടെ റോളില്ല. സമസ്തക്ക് ഇവിടെ റോളില്ല എന്ന വാചകം മാത്രമല്ല പറഞ്ഞത്, സമസ്തക്കാർക്ക് ഇവിടെ റോളില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമസ്ത എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ തണലിൽ വളരുന്ന ഒരു സംവിധാനമാണെന്ന് ധരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഭൂമി സ്വത്തുക്കൾ വഖഫ് ചെയ്തുകൊണ്ട് സംഭാവന കൊടുത്ത് സ്വന്തം മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്ന് പന്തലിച്ച് അത് ഏകദേശം വളർന്ന് പന്തലിച്ച് അതൊരു നിർണായകമായ ഘട്ടത്തിലെത്തിയപ്പോ അത് നേതൃത്വം കൊടുക്കുന്നയാൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഇവിടെ സമസ്തക്ക് റോളില്ല, സമസ്തക്ക് അവകാശമില്ല, ഇത് സ്വതന്ത്രമായ ഒരു ജനറൽ ബോഡിയാണ്, ഇതിന്റെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദാക്ഷ്യത്തോടു കൂടിയാണ് ആ സംവിധാനം കൊണ്ടു നടന്ന ആളുകൾ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു. തീർന്നില്ല. അവിടെ ആശയപരമായ ആദർശവിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ അത് കൃത്യമായിട്ട് ഉസ്താദുമാർ തിരിച്ചറിയപ്പെട്ടപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാളെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇനി മുതൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല എന്ന് ഏകദേശം 1.5 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗം പരസ്യമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ
നിങ്ങളുടെ മൂക്കിൽ വലിച്ചു കൊണ്ടുപോകാൻ പോകുന്നതല്ല ഈ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ തീരുമാനത്തെ പരിഹസിച്ചവരുണ്ടായിരുന്നു. സമസ്ത അങ്ങനെ തീരുമാനമെടുത്തപ്പോ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിച്ചവരുണ്ടായിരുന്നു. ആദരണീയരായ ഉസ്താദുമാരെയും സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ മുഷാവറയെയും ഒക്കെ പൊതുനിരത്തിൽ തെറി പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ സമസ്ത കേരള ജമിയത്തുലമ ഈ 100 കൊല്ലക്കാലത്തിനിടയിൽ മതപരമായ കാര്യത്തിൽ ഈ സമുദായത്തോട് എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം. വാഫി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ച മുമ്പ് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ അവരുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പ്രസംഗിച്ചു. ആ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണാൻ കഴിയും. അവർ പറഞ്ഞു, വാഫി സംവിധാനം പടർന്നു പന്തലിച്ച് അതിന്റെ പൂർണ്ണസ്ഥിതിയിലെത്തിയപ്പോ ഇതിന്റെ കീഴിൽ 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളാരും പറഞ്ഞതല്ല. അവരുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി ഉത്തരവാദപ്പെട്ട വേദി പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ്. ആ സംവിധാനം അതിന്റെ പൂർണ്ണസ്ഥിതിയിലെത്തിയപ്പോ 150-ലധികം വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ കീഴിൽ 54 സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് എന്ന് അവർ പറഞ്ഞതാണ്. എവിടെ പോയി 100 സ്ഥാപനങ്ങൾ? എവിടെ പോയി 100 സ്ഥാപനങ്ങൾ? ഈ 100 സ്ഥാപനങ്ങൾ പോയത് സമസ്ത കേരള ജമിയത്തുലമ സംവിധാനവുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, നേരെ മറിച്ച് സമസ്ത ഒരു സൂചന കൊടുത്തു. സമസ്ത കേരള ജമിയത്തുലമ സൂചന കൊടുത്തു. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട്, അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള സംവിധാനവുമായിട്ട് സമസ്ത കേരള ജമിയത്തുലമ സഹകരിക്കില്ല എന്ന ഒരു സൂചന കൊടുത്തപ്പോഴേക്ക് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ സൂചന കേട്ടുകൊണ്ട് 100ഓളം സ്ഥാപനങ്ങൾ അതിന് പിൻവാങ്ങിയെങ്കിൽ അതാണ് കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുലമക്കുള്ള അംഗീകാരവും സ്വീകാര്യതയുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.